കുറച്ച് വർഷങ്ങൾക്ക് ഒന്ന് പുറകോട്ട് നമുക്ക് പോവാം. വളരെ അഭിമാനത്തോടെ പറയും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ. ഇവിടെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസും മീഡിയാസ് ഒക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറഞ്ഞ സത്യം എന്നുള്ളതൊരു ശരിയാക്കിയെന്ന് ഞാനത് തുടങ്ങിക്കോട്ടെ. കൈ തടുത്തിരിക്കുകയല്ലേ? എത്ര സ്റ്റേജ് കഴിഞ്ഞെങ്കിലും ഈ സ്റ്റേജിൽ വരുമ്പോൾ അറിയാതെ മുട്ടിക്കുന്നത് വിറയ്ക്കും. കാരണം നമസ്കാരം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫ്രം ദിസ് പ്ലാറ്റ്ഫോം എന്നത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ CBSE സ്റ്റുഡൻ്റ് ആയിരുന്നു, കുറച്ച് നാൾ പുറത്തായിരുന്നു. അപ്പം അത് കാരണം ഇവിടെ സെൽഫ് ഇൻട്രഡക്ഷൻ പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ശരിക്കും എൻ്റെ ലൈഫിൽ ഇന്നാണ് ഇവിടെ നമസ്കാരം എന്ന് എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുന്നത്. ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ലൈഫിൽ എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാനിവിടെ ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങുമ്പോഴേ കൂവൽ തുടങ്ങും. ഹലോന്റെ ഹാ പറഞ്ഞ് തുടങ്ങുമ്പോഴേ കൂവൽ തുടങ്ങും. ഇന്ന് വരെ ഈ ഒരു സ്റ്റേജിൽ ഒരു ഫുൾ സെന്റൻസ് എന്നെ കൊണ്ട് സീനിയേഴ്സ് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇവിടെ വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്രയും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സീനിയേഴ്സിനെ ഞാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ കൂവലിൽ നിന്ന് ഞാൻ നിർത്തിയില്ല. ആ കൂവലിൽ നിന്നാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞാനിപ്പം ലൈക്ക് എൻ്റെ സമയത്തുണ്ടായിരുന്ന പ്രിൻസിപ്പൽ അദ്ദേഹത്തെ ആലോചിക്കുകയാണ്, തെക്കനച്ചൻ ആൻഡ് മുവിഷ് സാറിൻ്റെ ഇനീഷ്യേറ്റീവിലാണ് ഇവിടെ തമനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും വലിയൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരുപാട് കോളേജസിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് വരെയുള്ളൂ. ഇത്ര വർഷക്കാലമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു CSR ആക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എത്താൻ പറ്റി. സുഖാണ് എല്ലാവർക്കും? എന്തൊരു ഭംഗി എല്ലാവരെയും കാണാൻ. എന്നാ ലുക്കാന്നേ, അടിപൊളി. ഇവർക്കൊരു യോ കൊടുത്താലോ നമുക്ക്? റെഡി? 1 2 3 ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് ഇവരാണ് കേട്ടോ. ഓ എനിക്ക് വയ്യ. ഒരു യോ തരുമോ? ഒരു യോ ഒന്ന് തരുമോ എൻ്റെ കൂടെ? പക്ഷേ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. കാരണം ഓരോ ദിവസം ഓരോ ഹാപ്പനിങ് ആയിരിക്കും. മിക്ക ദിവസങ്ങളും എൻ്റെ പ്രിൻസിപ്പൽ ടെക്നീഷ്യനെ ഞാൻ പിടിക്കും. അപ്പോൾ 2 രൂപയ്ക്ക് കൺസെഷൻ കൊടുത്തിട്ട് വരാറില്ലേ, അച്ചു ബസ്സിൻ്റെ ബ്രേക്ക് പൊട്ടി, അച്ചു ലേറ്റ് ആയിപ്പോയി, ഇന്ന് വീട്ടിൽ അങ്ങനെയായിരുന്നു, ഹോസ്പിറ്റൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് വരുന്നത്. ഞാൻ ഓരോ നാളുകൾ ഓരോ ദിവസം പറയായിരുന്നു. മിക്ക ദിവസവും ഔട്ട്സൈഡറായിരുന്നു. പിന്നെ അറ്റൻഡൻസ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സ് അവരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരുന്നു. പിന്നെ ഞാൻ പാസ്സാവുകയാണെങ്കിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന എല്ലാവരും പാസ്സാവും. ഞാൻ അത്രയും നല്ല കുട്ടിയായിരുന്നു. സോ ആ മെമ്മറീസിലേക്കൊക്കെ പോവാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫങ്ഷണൽ ഇംഗ്ലീഷാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ടീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വിളിക്കാറുണ്ട്. പക്ഷെ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ കുറേ ടീച്ചേഴ്സ് ആക്ച്വലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ശിവസാറ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ
ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മോളുടെയാണ്. ആ മോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. എന്തൊരു സ്വീറ്റ് ആയിട്ടാണ്. ഇതാണ് ലക്ഷ്മി. ഞങ്ങള് മെസ്സേജ് കോൺവെർസേഷൻ, ഇൻസ്റ്റാ കോൺവെർസേഷനിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോ യെസ്, ലക്ഷ്മി ഞാൻ നേരിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. ഇൻസ്റ്റയിൽ ഒരു മെസ്സേജാണ് വന്നത്, ചേച്ചിക്ക് ഇങ്ങനെ വരാൻ പറ്റുമോ എന്നുള്ളത്. എന്താ ചോദിക്കുന്നത്? ഹലോ, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ ഫസ്റ്റ് ഇയർ ബികോം എയ്ഡഡ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ലക്ഷ്മി, പക്ഷേ എനിക്ക് ഭയങ്കര സ്റ്റാറാണ്. ഞാൻ സഹാലക്ഷ്മി. ഇത് തുടങ്ങാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗ്രീഷ്മ മാമിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 25th ജൂൺ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിൽ ലക്ഷ്മി ചേച്ചിയുടെ നല്ലൊരു കഥ പറയുണ്ടായി. ഞാൻ ആ കഥ ഒന്ന് പറയാം. ഇവിടെ കോപ്പി അടിച്ച് കഥയല്ല, ഇവിടെ കോളേജ് സെയിം ചേച്ചി പറഞ്ഞ സെയിം കഥയാണ്. ഇവിടെ കോളേജിലെ ചേച്ചിക്ക് ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സീനിയേഴ്സ് ഒക്കെ ചേച്ചിയുടെ അടുത്ത് പറയണ്ടായി, നോ വേണ്ട, കാരണം ഒരുപാട് തരത്തിലുള്ള എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് കൂവലുകളൊക്കെ ഉണ്ടാവും. കാരണം ഒരു ജൂനിയർ ഭയങ്കര സ്റ്റാർ ആകാന്ന് പറയുമ്പോൾ സീനിയേഴ്സിന് കുറച്ച് അങ്ങനെയാണ്. സോ അങ്ങനെ പറയണ്ടായി. അപ്പോൾ ചേച്ചി അതൊന്നും വിഷയമാക്കാണ്ട് ഞാൻ കയറിക്കോളാം, എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല എന്ന് പറഞ്ഞ് ചേച്ചി സ്റ്റേജിൽ കയറി. ആൻഡ് ഈ ഒരു കഥ ഗ്രീഷ്മ മാം ഫുള്ളാക്കിയപ്പോൾ ചേച്ചിയുടെ ഫോട്ടോ ഇവിടെയുള്ള PPT-യിൽ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വീഡിയോ എടുത്തു, എന്നിട്ട് അത് ലക്ഷ്മി ചേച്ചിക്ക് അയച്ചു. ലക്ഷ്മി ചേച്ചിക്ക് അയച്ചിട്ട് ചേച്ചി മെസ്സേജ് കാണുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത്രയും സ്വീറ്റ് ആയിട്ട് ചേച്ചി മെസ്സേജ് കണ്ടു, ചേച്ചി റിപ്ലൈ അയച്ചു. പിന്നെ തവനീഷിന്റെ പ്രോഗ്രാം വന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ചേച്ചിക്ക് മെസ്സേജ് ചോദിച്ചു, ഗ്രീഷ്മ മാം പറഞ്ഞൊരു കഥയുടെ പകുതികൾ എത്തേ ഉള്ളൂ. ലക്ഷ്മി ആങ്കർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു സീനിയേഴ്സിനുണ്ട്. പിന്നെ നടന്നത് എന്താണെന്ന് ടീച്ചർ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തോ എന്നുള്ളത് അറിയില്ല. എനിക്ക് കുഴപ്പമില്ല, കൂവൽ കിട്ടിയാലും കുഴപ്പമില്ല. സ്റ്റുഡൻസിന്റെ മുന്നിൽ നിർത്തി പറയും, വീട്ടിൽ പോയി നെഞ്ചിലടിച്ച് ഞാൻ കലകാറുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, ആ ഒരു കോൺഫിഡൻസ് ആണ്. ഫസ്റ്റ് ഇയറിൽ ഞാൻ വന്ന സെക്കൻഡ് ഇയർ വരെ ഒരു സെന്റൻസ് പോലും എനിക്ക് സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സീനിയേഴ്സ് അത് അനുവദിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ഫയറാണ്, ആ ഒരു പവറാണ് എന്നെ ഇവിടെ വരെ എത്തിച്ച ആ ഒരു കോൺഫിഡൻസ്. എവിടെ കൊണ്ടിട്ടാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യാമെന്നുള്ള താങ്ക്സ് ടു മൈ സീനിയേഴ്സ്. അന്ന് എനിക്ക് പേടിയായിരുന്നു, കാരണം എന്നെ എവിടെ കണ്ടാലും റാഗിയായിരുന്നു. ബട്ട് നൗ ഐ എം വെരി മച്ച് പ്രൗഡ് ആൻഡ് താങ്ക്ഫുൾ എന്ന് വേണം പറയാൻ. ആൻഡ് താങ്ക് യു ലക്ഷ്മി. മാത്രമല്ല ഈ ഒരു കാര്യം ഞാനിവിടെ ലക്ഷ്മി ചേച്ചീനെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ സീനിയേഴ്സും മൂവീസുകളും ബാക്കി എല്ലാ ഫാക്കൽറ്റീസും അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നു. ഒന്നും പറയാനില്ല, തമലീഷിന്റെ സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഇവിടെ ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്രയും ഷുവറാണ്. എല്ലാ കാര്യങ്ങളും ഓരോ മൊമെന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓ ലക്ഷ്മി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയധികം കൈഫുള്ളാണ് അവരോട്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ലക്ഷ്മി, താങ്ക്സ് അല്ലോ. ഒരാളെയും കൂടെ എനിക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിന് മെസ്സേജ് അയച്ചിരുന്നേ. അതിൽ വർഗീസ് സാർ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒട്ടും പ്രായമാവാത്ത എന്നും മധുരപ്പതിനായിരിക്കുന്ന വർഗീസ് സാർ ഇന്ന് വന്നിട്ടില്ല. സാർ ഇൻട്രഡ്യൂഷൻ അത് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. സാർ ഞാൻ നമ്മുടെ കോളേജിലേക്ക് വരുന്നുണ്ട്, കിഴക്കൊന്നും ഉണ്ടാകുന്നത് ഇവിടെ എഫിലേക്ക് ഒരു പ്രോഗ്രാം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് സാറിന്റെ കസിൻസിന് വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ലക്ഷ്മി അടുത്ത ഇവന്റിൽ നമുക്ക് കാണാം. അറ്റ് ദ സെയിം ടൈം ഏഞ്ചലിനെ ഒന്ന് വിളിക്കണം, ഏഞ്ചലിന് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഐ തിങ്ക് ഫംഗ്ഷൻ ഇംഗ്ലീഷിലെ സ്റ്റുഡൻ്റ് ആണ്. ഏഞ്ചൽ ഉണ്ടോ ഇവിടെ? വർഗീസ് സാർ പറഞ്ഞ ആ ഏഞ്ചൽ ഉണ്ടോ ഇവിടെ? യെസ്, ഇതാണ് ആ ഏഞ്ചൽ. യെസ്, ഒന്ന് വരുമോ ഏഞ്ചൽ? സാർ എത്രമാത്രം ഒരു സന്ദേശം പറഞ്ഞുള്ളൂ, എന്റെ കാര്യം എനിക്കറിയില്ല. സോ ഒരു